സ്കൂൾ സമയക്രമത്തിൽ മാറ്റമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതാണ് ഈ സമയമാറ്റം. സർക്കാരിനെ വിരട്ടരുത് എന്നും മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും മന്ത്രി. പുറത്തുനിന്നൊരു സമരമോ ആവശ്യപ്പെടലോ പ്രതിഷേധമോ ഒന്നുമില്ലാതെ സ്കൂൾ സമയ മാറ്റം കൊണ്ടുവരാൻ എന്താണ് ഗവൺമെന്റിന് ഇത്ര ആവേശം? അതിനോട് പ്രതിഷേധിക്കുമ്പോൾ എന്താണ് ഇത്ര വൈകാരികമായി അതിനെ സമീപിക്കാൻ? നിലവിൽ 5 മണിക്കൂറോളം സമയം സ്കൂളിന് ലഭിക്കുന്നുണ്ട്. പിന്നെയും എന്തിനാണ് അധിക സമയമെടുക്കുന്നത്? ഇത് മദ്രസ സംവിധാനത്തെ ബാധിക്കുന്നു എന്നത് ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മദ്രസ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ സമയക്രമം എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒരു മന്ത്രിയും ഉണ്ടാവില്ല. ഇവിടുത്തെ ഭരണകൂടത്തിന് അതറിയാം. എന്നിട്ടും എന്തിനാണ് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25 പ്രകാരം മതം പ്രബോധനം ചെയ്യാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. എന്നിരിക്കെ ഈ പുതിയ സമയക്രമം മാറ്റുമ്പോൾ അതിൽ ഒരു വിഭാഗത്തിന് വരുന്ന പ്രശ്നങ്ങളെ, ആശങ്കകളെ അറിയിക്കുമ്പോൾ അതിനോട് എന്തിനാണ് ഇത്ര വൈകാരികമായി പ്രതികരിക്കുന്നത്? ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഇവിടെ നിയമങ്ങളെ മാറ്റാൻ കഴിയൂല എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിയമം മാറ്റണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു പുതിയ രൂപം കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു വിഭാഗത്തിന് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് എന്ന വേവലാതിയാണ് അറിയിച്ചത്. പക്ഷെ അതിനോട് മാന്യമായി സമീപിക്കാനോ ഒരു ചർച്ച നടത്താനോ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാലങ്ങളായി ബുദ്ധിജീവികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ സിലബസ് പരിഷ്കരിക്കണമെന്നതാണ്. അരനൂറ്റാണ്ടോളമായി നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ സിലബസ് മാറ്റി പുതിയ കാലത്തോട് കുട്ടികളെ സംവദിക്കാൻ പ്രാപ്തരാക്കുന്ന രൂപത്തിൽ ഉള്ള സിലബസ് വരണം എന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷെ അതിലേക്കൊന്നും ചിന്തിക്കാതെ, അതിലൊരു ചർച്ച നടത്താൻ പോലും തയ്യാറാവാതെ എന്തിനാണ് ഈ സമയമാറ്റവും അതുപോലെ തന്നെ സൂംബ ഡാൻസ് തുടങ്ങിയ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിപ്പോൾ വേണ്ടത് കൂടുതൽ സമയമോ അതല്ലെങ്കിൽ പീരീഡിന്റെ എണ്ണം കൂട്ടുന്നതോ ഒന്നുമല്ല. മറിച്ച് നിലവിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കാനും പുതിയ കാലത്ത് ഇടപെടാനും ഒക്കെ പറ്റിയ ഒരു സിലബസ് കൊണ്ടുവരാന്നുള്ളതാണ്. അതിനാണ് ഗവൺമെന്റ് ആവേശം കാണിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.